വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. സോ ഇന്നൊരു ചെറിയ വീഡിയോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്കുണ്ടായിട്ടുള്ളൊരു വിഷമം പിടിപ്പിക്കുന്ന ഒരു അനുഭവം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം റീസെൻ്റ്ലി ഞാൻ കുറേ അതുമായി റിലേറ്റ് ചെയ്ത കുറച്ച് വീഡിയോസ് കണ്ടപ്പം ഞാൻ ആലോചിച്ച് എന്തുകൊണ്ടാണ് എനിക്ക് അന്നത് സംഭവിച്ചത്, അല്ലെങ്കിൽ എന്താണ് അവർ ആ ഒരു കാര്യം കൊണ്ട് ഉദ്ദേശിച്ചതെന്നൊക്കെ ആലോചിച്ച് എൻ്റെ മൈൻഡിലിങ്ങനെ ഓൾറെഡി ഒരു 2 years ആയിട്ട് എൻ്റെ മൈൻഡിൽ ഇതുണ്ട്. എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ വിഷമം തോന്നാറുള്ളൊരു സംഭവം ഞാൻ പറയട്ടെ. ചിലപ്പോൾ നമുക്ക് ഈ പീരീഡ്സിൻ്റെ ടൈമിൽ മൂഡ് സ്വിങ്സ് വരും. ആ സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും വിഷമിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എൻ്റെ ഒരു ക്യാരക്ടറിൽ എൻ്റെ മൈൻഡ് ഫുള്ള് നെഗറ്റീവ് സൈഡിലേക്ക് പോകും. എന്നെ ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലോ ഈ ഫിസിക്കലി മെൻ്റലി ഒക്കെ എനിക്ക് എന്തെങ്കിലും വേദനകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആയിരിക്കും എൻ്റെ മൈൻഡിൽ കൂടെ വരിക. ആ സമയത്ത് എനിക്ക് നല്ല ദേഷ്യം വരും, സങ്കടം വരും, അങ്ങനെയൊക്കെ ഒരു മിക്സ് ഓഫ് ഇമോഷൻസാണ് എൻ്റെ ഒരു കാര്യത്തിൽ കേട്ടോ. അപ്പം ഞാൻ പറയാൻ വന്നത്, ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഡെലിവറി ടൈമിൽ ഹസ്ബൻഡിനൊക്കെ കൂടെ കൂട്ടുന്ന വീഡിയോസ്, ഒത്തിരി ആൾക്കാരെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്. സോ അതിപ്പോൾ എല്ലായിടത്തും അല്ല, കുറേയൊക്കെ വലിയ ലക്ഷറി ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലും വലിയ വലിയ ഫെസിലിറ്റീസ് ഉള്ളിടത്തൊക്കെയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത് എന്താ എല്ലായിടത്തും ചെയ്തുകൂടെയല്ലേ, അതൊക്കെ എത്ര നല്ല കാര്യമായിരിക്കും. പണ്ട് കാലത്ത് പിന്നെ ഹസ്ബൻഡ് ഇത് കാണാനേ പാടില്ലാത്ത എന്തോ ഒരു സംഭവമാണെന്നുള്ളൊരു രീതിക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ ഡെലിവറിക്ക് കയറിയ സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഡെലിവറിക്ക് വേണ്ടിയിട്ട് ആ ഹോസ്പിറ്റലിൽ. ആ സമയത്ത് എനിക്കൊരു ഒരു ഓപ്പൺ ആയിട്ടൊരു വിൻഡോ സൈഡ് ഉണ്ടായിരുന്നേ. അപ്പം ഞാൻ അങ്ങോട്ട് നോക്കി നിൽക്കുക, എനിക്കിങ്ങനെ പെയിൻ വന്നു പോകുമ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കി നിൽക്കുക. അപ്പോൾ നോക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിങ്ങനെ സിസ്റ്റർമാരോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് ഈ വിൻഡോൻ്റെ തൊട്ടപ്പുറത്തൊരു ചെറിയ ഒരു തുണിയൊക്കെ ഉണങ്ങിയിടാനും വാഷിങ്ങിനൊക്കെ പറ്റിയിട്ടുള്ളൊരു ഏരിയയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നിട്ട് എൻ്റെ ഇക്കുവിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അതായത് അവിടെ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് എൻ്റെ സൗണ്ട് കേൾക്കുക. എന്നെ കാണാൻ പറ്റുന്നൊന്നും ആൾക്കറിയണ്ടായിരുന്നില്ല. പക്ഷെ ഒരു വിൻഡോ ഓപ്പൺ ആയിട്ടും കിടക്കുന്നുണ്ടായി. അപ്പോൾ ആളവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് നോക്കിയപ്പോൾ പെട്ടെന്ന് ആളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം നമുക്ക് ഈ പെയിൻ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോൾ നമുക്ക് ആളൊന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ നമുക്ക് ആര് പ്രസൻസ് ഇല്ലെങ്കിൽ ആ സമയത്ത് നമ്മുടെ ഹസ്ബൻഡിൻ്റെ പ്രസൻസ് ഒന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്ന ടൈമായിരിക്കും. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. ഞാനിങ്ങനെ പെയിൻ വരുമ്പോൾ ഞാനിങ്ങനെ ആളുടെ മുഖത്തേക്ക് നോക്കി. ഞങ്ങൾ തമ്മിലൊന്നും സംസാരിക്കുന്നില്ലെങ്കിലും ഞങ്ങളൊരു ഡിസ്റ്റൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ ഒരു ടൈമിൽ അവിടുത്തെ ഒരു സിസ്റ്റർ വന്നിട്ട് ആ ജനൽ അങ്ങ് ക്ലോസ് ചെയ്തു. ആളവിടെ നിൽക്കുന്നത് കൊണ്ടും ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കണ കാരണം അത് ക്ലോസ് ചെയ്തു. അതെന്തിനാണ് ചെയ്തതെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ഞങ്ങൾ തമ്മിലൊന്നും സംസാരിക്കുന്നില്ല, വേറൊരു കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. ജസ്റ്റ് എനിക്ക് ആ നോക്കുമ്പോൾ കിട്ടുന്നൊരു റിലാക്സേഷൻ ഉണ്ടായിരുന്നു. അതൊന്ന് ക്ലോസ് ചെയ്തു പോയി. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. പിന്നെ എനിക്ക് ആ ഒരു ലാസ്റ്റ് പെയിൻ സഹിക്കാൻ പറ്റാത്തൊരു സ്റ്റേജ് ഉണ്ടാവില്ല. അതായത് എന്നെ C-section ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടി കയറ്റുന്ന ടൈമിലാണ് പിന്നെ ഞാൻ എൻ്റെ ഇക്കുനെ കാണുന്നത്. പക്ഷേ ആ സമയത്ത് എനിക്കൊന്ന് നോക്കാനോ അല്ലെങ്കിൽ ഒന്ന് ആ ഒരു ഇത് പറ്റുന്നുണ്ടായിരുന്നു. നമ്മളിങ്ങനെ വേദന കൊണ്ട് കണ്ണിങ്ങനെ വെള്ളം പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആ സമയത്ത് എനിക്കൊന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിന് മുന്നേ എന്തിനായിരിക്കും അവർ ആ ജനൽ ക്ലോസ് ചെയ്തത് എന്ന് ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു. കാരണം ഇനി നാളെ മേലൊക്കെ ആ ഒരു ഹോസ്പിറ്റലിലും ഇങ്ങനെ ഹസ്ബൻഡ്സിനൊക്കെ കൂടെ നിർത്താനുള്ള ഓപ്ഷൻസ് വരുമായിരിക്കും. എന്തോ എൻ്റെ മനസ്സിലങ്ങനെ തോന്നി കേട്ടോ. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒക്കെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. പിന്നെ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയണേ. ലൈക്ക് നിങ്ങളുടെ ഡെലിവറി ടൈമിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഹസ്ബൻഡ് വേണോ, അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ചെയ്യൂ. അപ്പം എന്തോ എനിക്ക് ഈ ഒരു കാര്യം എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ട്. അത് കാരണം ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. സോ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി വീഡിയോസിൽ കാണാം. അപ്പോൾ ശരി, ബൈ.